ബുദ്ധൻ ഒരിക്കൽ കൂടി ചിരിക്കാൻ ഒരുങ്ങുകയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പൊക്രാനിലെ 1974 അന്നത്തെ ബുദ്ധൻ്റെ ചിരി? പിന്നെ കരുത്തനായ AB വാജ്പേയി നേരിട്ടിറങ്ങിയപ്പോൾ 1998 മെയ് മാസത്തിൽ ബുദ്ധൻ വീണ്ടും ചിരിച്ചു. ഇന്ത്യയുടെ അഭിമാനവും പെരുമയും വാനോളം ഉയർത്തിയ പൊക്രാൻ 2 ആണവ പരീക്ഷണങ്ങൾ രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പൊക്രാനിൽ ബുദ്ധൻ ചിരിച്ചിട്ട് ഇന്നേക്ക് 46 വർഷം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ 46ാം വാർഷികമാണിത്. ഇപ്പോഴെന്താ ബുദ്ധൻ്റെ ചിരി വീണ്ടും? അതെ, ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ്. പൊക്രാൻ മരുഭൂമിയിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഫെബ്രുവരി 17 ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ വായുശക്തി 2024 അരങ്ങു തകർക്കും. ഭാരതീയ വ്യോമസേനയുടെ കരുത്തു കാണിക്കാൻ പ്രചണ്ഡും റഫാലും എത്തും. 77 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 130 വിമാനങ്ങൾ അണിനിരക്കുന്ന വായുശക്തി 2024 ശക്തി പ്രകടനത്തിന് വ്യോമസേന സജ്ജമാവുകയാണ്. ഇതോടെ ഞെട്ടുക ചൈനയും പാകിസ്ഥാനുമായിരിക്കും. നമുക്ക് അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അഭ്യാസത്തിൽ 77 ഫൈറ്റർ ജെറ്റുകൾ, 41 ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ, ഉപരിതല മിസൈലുകൾ, ആളില്ല ചെറുവിമാനങ്ങൾ തുടങ്ങിയവയാണ് ഭാഗമാകുന്നത്. റഫാൽ, തേജസ്, സുഖോയ്, മിറാഷ്, ജാഗ്വാർ തുടങ്ങി യുദ്ധവിമാനങ്ങൾക്കൊപ്പം പ്രചണ്ഡ്, ധ്രുവ്, രുദ്ര ഹെലികോപ്റ്ററുകളും ഭാഗമാകും. റഫാൽ വിമാനങ്ങളും പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും ആദ്യമായാകും അഭ്യാസത്തിൽ പങ്കുചേരുക. ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്കും തിരിച്ചും എയർ ടു എയർ യുദ്ധോപകരണങ്ങളുടെ പ്രദർശനവും നടക്കും. ഇന്ത്യയെ ആണവശക്തിയായി മാറ്റിയ സമാധാനപരമായ ആണവ പരീക്ഷണം കൂടിയായിരുന്നു പൊക്രാനിലെ ആദ്യത്തെ പരീക്ഷണം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരമംഗമല്ലാത്ത ഒരു രാജ്യം നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം എന്ന പ്രത്യേകതയും ഈ പരീക്ഷണത്തിനുണ്ട്. പരീക്ഷണത്തിൻ്റെ വിജയത്തിനു ശേഷം ഇന്ത്യയുടെ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടർ രാജാരാമണ്ണ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ബുദ്ധൻ ഒടുവിൽ ചിരിച്ചു. പൊക്രാനിലെ പരീക്ഷണത്തിന് ശേഷം 1998 മെയ് മാസത്തിൽ ഇന്ത്യ 2ാമത്തെ ആണവ പരീക്ഷണം നടത്തിയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി. ഓപ്പറേഷൻ ശക്തി എന്ന് നാമകരണം ചെയ്ത ആ പരീക്ഷണവും പൊക്രാനിൽ വെച്ചാണ് നടത്തിയത്. ഇന്ത്യൻ ആർമിയുടെ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ ഇന്ത്യ നടത്തിയ 5 ആണവ ബോംബ് പരീക്ഷണ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു പൊക്രാൻ 2 പരീക്ഷണങ്ങൾ. 200 കിലോ ടൺ വരെ ഉൽപ്പാദനക്ഷമതയുള്ള വിഘടനവും തെർമോന്യൂക്ലിയർ ആയുധങ്ങളും നിർമ്മിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് സ്വന്തമായി. അതെ, പൊക്രാനിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ കരുത്തു തെളിയിക്കാൻ ഒരുങ്ങുകയാണ് വായുശക്തി 2024 കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.